ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയോടൊപ്പമുള്ള യാത്ര, ആ യാത്രയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ യാത്രയിൽ അമ്മ നമുക്ക് കൂട്ടായിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പറയും, ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ അമ്മയുടെ കരം പിടിക്കും, ജപമാല കഴിയുമ്പോൾ അമ്മ നമ്മുടെ കരം പിടിക്കും. അപ്പോൾ എപ്പോഴും അമ്മ നമ്മുടെ കൂടെയുണ്ട്. അതൊരു വലിയ ശക്തിയല്ലേ, അതൊരു വലിയ അനുഗ്രഹമല്ലേ. 2023 ഫെബ്രുവരി 27 പത്രങ്ങളിലൊരു വാർത്ത ഞാൻ വായിച്ചു. 89ാമത്തെ വയസ്സിൽ സിസ്റ്റർ പ്രസന്ന ദേവി, മാതാജി എന്നാണ് ഈ കന്യാസ്ത്രീ അമ്മയെ നാട്ടുകാർ വിളിച്ചത്, രാജ്കോട്ട് ക്രൈസ്റ്റ് ആശുപത്രിയിൽ മരണമടഞ്ഞു. എനിക്ക് ഈ കന്യാസ്ത്രീയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്, നല്ല പരിചയമുണ്ട്. തൊടുപുഴക്കാരിയാണ്, മലയാളിയാണ് കന്യാസ്ത്രീ അമ്മ. 1974 മുതൽ ഈ അമ്മ പ്രാർത്ഥനയ്ക്ക് തിരഞ്ഞെടുത്ത സ്ഥലം ഗുജറാത്തിലെ ഗീർ വനമാണ്. ആ ഗീർ വനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, സിംഹങ്ങളുള്ള വനമാണത്. ഭാരതത്തിലെ സിംഹങ്ങളുള്ള വനമാണ് ഗീർ വനം. ഈ ഗീർ വനത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് ദൂരം കടന്നു ചെന്ന് ഒരു ചെറിയൊരു ഹട്ട് ഉണ്ടാക്കി. ആ ഹട്ടിന് കൊടുത്ത പേര് സ്നേഹദീപം എന്നാണ്. വൈക്കോലും അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട്, ഇലകൾ കൊണ്ട് ചെറിയൊരു വീട് പോലെ ഉണ്ടാക്കി അതിനുള്ളിൽ പ്രാർത്ഥിക്കുന്ന ഒരമ്മ. എനിക്കൊന്നൊരു ദിവസം പോകാനിട വന്നു. ഞാനും 2-3 വൈദികരും, രാജ്കോട്ട് ഡയസിസിലെ 2-3 വൈദികരും കൂടെ എനിക്ക് ഈ പ്രസന്നാദേവി അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം തോന്നി. അവരാണ് എന്നെ അങ്ങോട്ടേക്ക് നയിച്ചത്. ഒത്തിരിയേറെ ദൂരം നടക്കണം വനത്തിലൂടെ. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ കന്യാസ്ത്രീ അമ്മയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ കുറേ സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ ഈ വനത്തിലെത്തി, അമ്മയുടെ സ്നേഹദീപം എന്ന ആ വീട്ടിലെത്തി. അവിടെ ഞങ്ങൾ താമസിച്ചിട്ടാണ് പിറ്റേ ദിവസം പോരുന്നത്. അമ്മയോടൊപ്പം ഒരു ദിവസം മുഴുവൻ ചെലവിട്ടു. ഞാൻ ഈ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇവിടെ സിംഹങ്ങളുണ്ട്, കാട്ടുമൃഗങ്ങളുണ്ട്, മലമ്പാമ്പ് തുടങ്ങിയുള്ള വന്യജീവികളുണ്ട്, അമ്മയ്ക്ക് ഭയമില്ലേ? അപ്പം അമ്മയുടെ കയ്യിലിരുന്നൊരു ജപമാല എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇതാണ് എൻ്റെ കൂട്ട്. മോനെ, ഈ ഈശോ ആണ് എൻ്റെ കൂട്ട്. മോനെ, ഈ മാതാവാണ് എൻ്റെ കൂട്ട്. ഈ ലോകം വിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം അമ്മ തിരഞ്ഞെടുത്തൊരു സ്ഥലമാണത് ഗീർ വനം. ആ ഗീർ വനത്തിലെ സ്നേഹദീപം എന്ന ഹട്ടിലാണ് 1974 മുതൽ മലയാളിയായ ഈ കന്യാസ്ത്രീ പ്രാർത്ഥനയ്ക്കായി നീക്കിവെച്ചത്. അങ്ങനെ അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനന്ന് പോയതും അവിടെ താമസിച്ച് അമ്മയെ കണ്ട് സംസാരിക്കാൻ ഇട വന്നതും. 89ാമത്തെ വയസ്സിലാണ് അമ്മ വനത്തിൽ നിന്ന് അതിന് തൊട്ട് മുമ്പ് ഇറങ്ങി വന്ന് നാട്ടിൽ താമസിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ അമ്മ മരിക്കുന്നത്. അമ്മ എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്, കൂട്ട് എനിക്ക് പരിശുദ്ധ അമ്മയുണ്ട്, അമ്മയുടെ സംരക്ഷണമുണ്ട്. ഇതിലും വലിയ സംരക്ഷണം എന്താ ഉള്ളത്? അപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അബണ്ടൻറ്റ് മേഴ്സി കിട്ടും. അതിലൂടെ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് വലിയ കൃപയിലേക്ക്, ആത്മീയമായ കൃപയിലേക്ക്. അവിടെ ഹൈന്ദവ സന്യാസിമാരുണ്ട്. അവരുടെ ഇടയിലാണ് ഒരു ഘട്ടമുണ്ടാക്കി അമ്മ ക്രിസ്ത്യൻ സന്യാസിനിയായി അവിടെ താമസിക്കുന്നത്. ജപമാല ചൊല്ലി യേശുവിനെ ധ്യാനിച്ച് അവർ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ നിന്നകന്ന് കൃപയുടെ, ആത്മീയതയുടെ ഒരു ഇതിലേക്ക്. ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യമാണത്. സന്യാസിമാർ വനാന്തരങ്ങളിൽ താമസിക്കുന്നു, ദൈവമന്ത്രങ്ങൾ ഉരുവിടുന്നു, പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു. അപ്പോൾ ലോകത്തിൽ നിന്ന് വിട്ടുമാറി ദൈവവുമായിട്ടുള്ളൊരു ആത്മബന്ധം. ഇവിടെ ഈ ഗീർ വനത്തിലെ മാതാജി എന്ന് വിളിക്കുന്ന പ്രസന്നാദേവി എന്ന കന്യാസ്ത്രീ അമ്മ തൻ്റെ കയ്യിലെ ജപമാല ഈ കാട്ടുമൃഗങ്ങളിൽ നിന്നുമൊക്കെ ഒരു സംരക്ഷണമായി കൊണ്ടു നടക്കുക. അമ്മ എന്നെ കാണിച്ചു, ആ ജപമാല കാണിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇതാണ് എൻ്റെ കൂട്ട്. എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ മാതാവാണ് എൻ്റെ കൂട്ട്. ഏത് സിംഹങ്ങളുടെ മുമ്പിലും, സിംഹങ്ങൾ പോലും അമ്മയുടെ മുമ്പിൽ, ആ മുറ്റത്ത് അമ്മയുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്ന ചിത്രം, ഫോട്ടോ കാണാനിട വന്നു. സിംഹങ്ങളെ തലോടുന്ന ഫോട്ടോ ആരോ എടുത്തത് എന്നെ കാണിച്ചു. അപ്പോൾ ഇവരൊക്കെ അമ്മയെ നോക്കുന്നു, അമ്മയെ സംരക്ഷിക്കുന്നു. കാരണം അമ്മയ്ക്ക് ജപമാല കൂട്ടുണ്ട്. നമ്മുടെയും ജീവിതത്തിൽ
ഈ ജപമാല കൂട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സംരക്ഷണ, വലിയ അനുഗ്രഹ, വലിയ കൃപയാണ്. പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.